ക്യൂട്ടീസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള കുറേ കുപ്പികളും അടപ്പുകളും ഒക്കെ കാണില്ല. അത് വെച്ച് നമ്മൾ ഒരു ക്യൂട്ടായിട്ടൊരു ഡെസ്ക് ഡെക്കോർ മാത്രമല്ല, ഒരു ഫ്ലവർ പോട്ട് എല്ലാം കൂടെ ഒന്നിച്ചൊരു സാധനമുണ്ട്. അപ്പോൾ ക്യൂട്ടായിട്ട് ഉണ്ടാക്കാൻ ഞാൻ വലിയൊരു ഇയർബഡ്സിൻ്റെ ഡബ്ബയായിരുന്നു. അതിൻ്റെ മുകളിൽ ഞാൻ ആദ്യം വൈറ്റ് കളർ അടിച്ച് അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് അടിക്കുവാണേ. നിങ്ങൾ ഗിവേയുടെ കാര്യമൊക്കെ മറക്കണ്ട കേട്ടോ. ഏപ്രിലിൽ ഗിവേ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ മാക്സിമം ചെയ്യണം. പിന്നെ ഞാൻ വാട്സപ്പിൻ്റെ അകത്തൊരു ചാനൽ ഉണ്ടാക്കി അറിയാലോ, അതിനകത്തും ജോയിൻ ചെയ്യുക. പിന്നെ അഥവാ നമ്മുടെ ചാനലിനകത്ത് ഒരു 30 പീപ്പിളൊക്കെ വരുവാണെങ്കിൽ ഞാനത് നിങ്ങൾക്കെല്ലാവർക്കും സംസാരിക്കാനും കോൺവെർസേഷനൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാക്കി മാറ്റാമെന്ന് വിചാരിക്കണം. അത് 30 മെമ്പേഴ്സ് ഉണ്ടെങ്കിലേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ നമുക്ക് അടിപൊളിയാക്കണ്ടേ. എല്ലാവരും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അടിച്ചു വിളിക്കുകയും ചെയ്യണം, മറക്കേണ്ട. വെക്കേഷനൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ച് ഒരു ഭിത്തിയിൽ ഇഷ്ടികയുടെ രീതിയിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ഇച്ചിരി ക്ലേ വെക്കുവാണ്. ആ ക്ലേ വെച്ചിട്ട് ഇനി നമ്മുടെ ഒരു കുഞ്ഞു കുപ്പിയുടെ ഉണ്ടല്ലേ, അതിനെ ഞാൻ വൈറ്റ് കളർ ഓൾറെഡി അടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഉണങ്ങിയ ശേഷം നമ്മൾ അതിനെ ഇങ്ങനെ മുകളിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെന്ന് വെച്ചാൽ അതിനെ ഇങ്ങനെ അറ്റത്തോട്ട് വെച്ചിട്ട്, അകത്തെ കുപ്പിയുടെ അകമൊന്നും കണ്ട് പേടിക്കേണ്ട. ഒത്തിരി പഴയ കുപ്പി, ഒരു കായത്തിൻ്റെ കുപ്പിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് ഇനി ഉണങ്ങാൻ വെക്കണം. ഉണങ്ങി കഴിയുമ്പോഴത്തേന് അഥവാ ഒട്ടുന്നില്ലെങ്കിൽ ഇച്ചിരി ഗ്ലൂ പെരട്ടിയാലും മതി കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി ഒരു ക്ലേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മളതിനെ ഒരു കുഞ്ഞി കുട്ടപ്പന ഉണ്ടാക്കാൻ പറഞ്ഞു. ഇവനെ ഒരു പേരൊക്കെ ഇട്ടോ, നിങ്ങൾ എന്തെങ്കിലും പേരിട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ അത് ഇഷ്ടമുള്ളൊരു പേര് കേട്ടോ. അപ്പോൾ അവൻ്റെ ആദ്യം നമ്മൾ കാലുണ്ടാക്കുവാണ്. 2 കാലും 2 കൈയും കേട്ടോ. 2 ഉള്ളൂ എല്ലാവർക്കും അല്ലേ. അപ്പോൾ 2 കാലും 2 കൈയും നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ക്ലേ വെച്ച് തന്നെ ഞാൻ ഒട്ടിച്ച് കേട്ടോ. വേറെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തില്ലായിരുന്നു. ഏതായാലും എൻ്റെ ഒട്ടിയായിരുന്നു. ഒട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗ്ലൂ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ കാല് എങ്കോണിച്ചിരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുക, എന്തുവാണ് ഈ കൊച്ചിന് കാലിന് എന്താ പറ്റിയതെന്നല്ലേ നമ്മുടെ കുട്ടപ്പന. അപ്പോൾ സാരമില്ല, ആ കാലിൻ്റെ അറ്റത്ത് ഷൂ ഉണ്ടാക്കുക. ഈ ക്ലേക്ക് എന്നാ പ്രശ്നം എന്നറിയാത്, ഇതിങ്ങനെ തളർന്ന പോലെ ഇരിക്കുക. അത് കട്ടിയാകുന്നവരെ വരെ ഇച്ചിരി നമ്മൾ ഒച്ചിരി ഒന്ന് പണിപ്പെടേണ്ടി വരും. അതിൻ്റെ കാലൊക്കെ പിടിച്ചാൽ നമ്മൾ കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുന്ന രീതിയിൽ വെച്ച് നമ്മളതിനെ ഒട്ടിച്ചെടുക്കുകയാണ്. കാലിൻ്റെ അറ്റത്ത് 2 ഷൂ ആയിട്ടും ഉണ്ടാക്കിയെടുക്കുകയാണ്. ചുമ്മാ ഒരു ഇരിക്കുന്ന കുപ്പിയല്ല, നമ്മൾ കളയണ്ട. ക്ലെയിം ഉണ്ടായിരുന്ന ഇച്ചിരി, അപ്പോൾ അത് വെച്ചാൽ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന കൈ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ കൈയും ഉണ്ടാക്കുവാണ്. അത്ര ഇച്ചിരി ക്ഷീണിച്ച കുട്ടപ്പനാന്ന്, കൈക്ക് ഇച്ചിരി മണ്ണുണ്ടെങ്കിലും ദേഹമൊക്കെ ഇച്ചിരി ക്ഷീണിച്ചിരിക്കല്ലേ. അപ്പോൾ ഏത് കുപ്പി വെച്ചെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം കൈയും കാലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത്. പിന്നെ ഇഷ്ടമുള്ള കളറൊക്കെ നിങ്ങൾക്ക് അടിക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഗിവേയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഗിവേ കിട്ടിയവരും കൂടെ അറിയാമെന്നറിയാം. എന്നാൽ ഒന്നുകൂടെ പറയാം, ലാസ്റ്റ് ഗിവ് കിട്ടിയതും ഇപ്രാവശ്യം കിട്ടിയവരും എല്ലാവരും ഇതിനകത്ത് കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം വീഡിയോ ചെയ്യണം. കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുപോകണം നമുക്ക്. പിന്നെ അതുകൂടാതെ എല്ലാവരും ഫുൾ വീഡിയോ ഒക്കെ കാണണം. വീഡിയോ മാത്രമല്ല, ഷോർട്സ് എല്ലാം കാണണം കേട്ടോ. മറക്കല്ലേ. ഇങ്ങനെ ഇച്ചിരി ലേസി ആയിട്ടൊന്നും ഇരിക്കാതെ കാണതേ. അപ്പോൾ കണ്ട് നമുക്ക് പെട്ടെന്ന് 10K അടിച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് ഞാൻ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത പോലെ തരും. ഈ മന്ത്ലി ഗിവ് പോലും ഞാൻ വിചാരിച്ചില്ല 3 പേർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ കിട്ടിയവർ എന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഒന്ന് അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പറൊന്ന് മെസ്സേജ് അയച്ചേക്കണം. സ്വന്തം ID കൂടെ വെച്ച് മെൻഷൻ ചെയ്തിട്ട് അയക്കണം ഇൻസ്റ്റാഗ്രാമിൽ, ഇല്ലെങ്കിൽ മെയിൽ അയക്കുക. അപ്പം എന്നിട്ട് കമൻറ്റിനകത്ത് പറഞ്ഞേക്കണം ഞാൻ എവിടെ അയച്ചതെന്ന്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഗിഫ്റ്റ് അയക്കുക. ഇച്ചിരി താമസിച്ച് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ സമയം ഇന്ന് പോകണ്ടേ നമുക്ക്. ഇവിടെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമായി. ഇവിടെ ഏപ്രിലിൽ സ്കൂൾ തുറക്കുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നേക്കാം. പിന്നെ അതുകൂടാതെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഏപ്രിലിനകത്തും നമ്മുടെ സെയിം തന്നെ ഗിവ് വേണ്ട, മന്തിലെ ഗിവ് വേണ്ട, അത് മറക്കല്ല്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വെക്കേഷനൊക്കെ അല്ലേ, ഇച്ചിരിക്ക് എഫേർട്ടൊക്കെ നമുക്കെടുത്ത് നമുക്ക് പെട്ടെന്ന് 10K അടിക്കാം. അപ്പോൾ എനിവേ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കൈയും കാലൊക്കെ വരച്ച് അവനൊരു ഹാർട്ട് പിടിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുക. ഒരു ഹാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അടപ്പില്ല, ഈ കായംകുപ്പിയുടെ അടപ്പിനകത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അടപ്പൊരു ഡെസ്ക് ഡെക്കോറായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുമെങ്കിൽ തുറന്നിരിക്കാൻ പറ്റത്തില്ലെന്ന് വെച്ച് അതിൻ്റെ മുകളിൽ ക്ലേ വെച്ചൊരു തലയുണ്ടാക്കി. തലയൊരു പ്രത്യേക തലവരെയായിപ്പോയി. സാരില്ല, ഇങ്ങനെ വേണമെങ്കിൽ മാത്രം ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് അടപ്പ് മാറ്റിയിട്ട് ഒരു ഫ്ലവർ പോട്ടായിട്ട് ഫ്ലവർ വെച്ചും യൂസ് ചെയ്യാൻ പറ്റും. 2 രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ 1-2 പേരൊക്കെ ഒരു കൊച്ചിനോട് സീഷെൽ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ഉണ്ടാക്കാമേ, സമയം കിട്ടിയില്ല, സീഷെല്ലും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കമൻറ്റൊക്കെ ഇതിനകത്ത് അടിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യണം. വീട്ടിലെല്ലാവർക്കും കൂട്ടുകാർക്കും ഒക്കെ ഇല്ലേ, അതൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ വെക്കേഷനൊക്കെ പ്രൊഡക്റ്റീവായിട്ടിരിക്കണം. നമ്മുടെ ഗിവ് മറക്കണ്ട. ഇത് കിട്ടാത്തവർക്ക് ഉറപ്പായിട്ട് ഈ മാസം കിട്ടും, അല്ല അടുത്ത മാസം എന്തായാലും ഞാൻ അങ്ങനെ നോക്കിയാണ് ഞാൻ ഇടുന്നതും കൂടെ കേട്ടോ. അതുകൊണ്ടാണ് സ്വയം പിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കമൻറ്റ് നല്ലോണം ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനലിൻ്റെ ആരും മറക്കണ്ട, ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അതിനകത്ത് നമുക്കൊരു 30 പേര് സബ്സ്ക്രൈബേഴ്സ് കിട്ടുവാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് തുടങ്ങാം. അതിനകത്തുമ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് വല്ലപ്പോഴും സംസാരിക്കുകയോ ആർക്കും ഹർട്ട് ചെയ്യാത്ത രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോയും കാണണം, ഷെയർ ചെയ്യണം. മാക്സിമം സമയം അനുസരിച്ച് എല്ലാവർക്കും വീട്ടുകാർക്കൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യണം. എല്ലാവരുടെ വീട്ടിലൊക്കെ ഓരോന്ന് 2-3 മൊബൈലിൽ
കാണുന്നില്ലേ, അതിനകത്ത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നേ, നമ്മുടെ ചാനലിനും വ്യൂ കൂടട്ടെന്ന് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഡെക്കോർ? താഴെ ഇതുകൊണ്ട് നമ്മുടെ ഈ മതിലിൻ്റെ പുറത്തിരിക്കുന്ന കുട്ടപ്പനായിട്ടാണ് ഇവനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് താഴെ കുറച്ച് ചെടിയും തണ്ടും കായും ഒക്കെ ഉണ്ടാക്കി വെക്കുവാണ്. അപ്പോൾ നമ്മുടെ കുട്ടപ്പൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ തലയില്ലാതെ വെക്കുന്നതായിട്ട്, തലയില്ലാതെന്ന് ഉദ്ദേശിച്ച് തലയുടെ അടപ്പ് മാറ്റി ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഞാൻ ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചുകൊണ്ട് ഫ്ലവർ പോട്ടായിട്ട് വെക്കുവാണ്. താഴെ നമ്മൾ ഈ അക്രിലിക് കളർ വെച്ച് ആണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്ത് കുപ്പിക്കകത്ത് ചിലപ്പോൾ കളർ പിടിക്കത്തില്ല. അപ്പം നിങ്ങൾ വെക്കേഷനകത്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമോ അതോ പിന്നെ മമ്മിയും പപ്പായൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് മമ്മിമാരെ ഹെൽപ്പ് ചെയ്യണം. എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്താൽ അവർക്ക് സന്തോഷം. അങ്ങനെയുള്ള വ്ളോഗ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടപ്പൻ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് പഴം ഉണ്ടാക്കി നമ്മുടെ ആ ക്യാൻഡിലിൻ്റെ കൂടെ നമ്മുടെ വാക്സ് കൊണ്ട് ഉണ്ടാക്കിയ ആ ചെടി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചെറി ബ്ലോസം ഇല്ല അതും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോ വന്നുകൊണ്ട് തന്നെ എല്ലാവരും കാണും. എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ അതെനിക്ക് അറിയത്തില്ല. നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും വരത്തില്ല പറയണേ. കമൻറ്റൊക്കെ ഇടാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഞാനൊന്നും കമൻറ്റൊന്നും ഓഫ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും യൂട്യൂബിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. അപ്പം ബൈ.